നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിപ്പോ എല്ലാവർക്കും സഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഇനി എന്താ ചെയ്യുന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഐശ്വര്യ എങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചാ ഇപ്പൊ അതിനും വഴി കാണുന്നില്ല. പോലീസിന്റെ ഒത്താശയോടെയാ ഐശ്വര്യ ഇപ്പൊ ഇവിടെ കഴിയുന്നത്. ശരിയാ, നിയമപരമായി അരുണിന്റെ ഭാര്യ തന്നെ ഐശ്വര്യ. അപ്പൊ ഇവിടെ തന്നെ നിൽക്കാനേ കോടതിയും പറയൂ. എന്ന് കരുതി ഐശ്വര്യയുടെ ഈ ക്രൂരത എല്ലാം സഹിക്കാൻ പറ്റുമോ? അതും കൊച്ചു കുഞ്ഞിനോട്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമല്ലോ. എന്ത് പരിഹാരം? അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും അരുണിനെ കൊണ്ട് ഐശ്വര്യയുടെ ഡിവോഴ്സ് മോചിപ്പിക്കണം. അതാ ഇനി ഉടൻ ചെയ്യേണ്ടത്. അതൊന്നും അത്ര പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. ഡിവോഴ്സ് ഒരിക്കലും ഐശ്വര്യ സമ്മതിക്കില്ല. അരുൺ കോടതിയിൽ ഡിവോഴ്സ് ആവശ്യപ്പെട്ടാലും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അത് നീട്ടിക്കൊണ്ട് പോകാനേ ഐശ്വര്യ ശ്രമിക്കും. അതാ ഐശ്വര്യയുടെ തന്ത്രം. ഇവിടെ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കണം. എന്നിട്ട് അവൾക്ക് എല്ലാവരോടുള്ള വാശി തീർക്കണം. അത്രേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടായാലും ഐശ്വര്യ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. അതിനെന്താ വഴി? അതാ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. എന്ത് വഴി? നമ്മൾ വിചാരിച്ച എന്ത് ചെയ്യാനാ? രണ്ടും കൽപ്പിച്ച് നിൽക്കുകയല്ലേ ഐശ്വര്യ. ഇനിയും അങ്ങനെ നമ്മൾ പറഞ്ഞൊഴിഞ്ഞ പറ്റില്ല അമൃതേടത്തി. എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഉടൻ കാണണം. ഇല്ലെങ്കിൽ ഇവിടെ പാവ ശ്രീകുട്ടിയുടെ അശ്വതീശയുടെയും കാര്യം പോക്കാം. പക്ഷെ ശ്യാമയും അതിനെന്താ ഒരു വഴി? അതാ ആർക്കും അങ്ങോട്ട് മനസ്സിലാവാത്തത്. വഴി ഉണ്ടാവണം ആദ്യേട്ടാ. ഞാനതിനുറപ്പായ ഒരു മാർഗം കാണും. അല്ല, ഈ ശ്യാമ എങ്ങനെ ഐശ്വര്യ വീട്ടിൽ നിന്ന് പുറത്താകുന്ന പറയുന്നേ? അതിനി അടുത്തൊന്നും നടക്കുന്ന കാര്യമല്ല. വെറുതെ പറയാമെന്നല്ലാതെ ഒന്നും നടക്കില്ല. നടക്കും ആദ്യേട്ടാ, നമ്മളത് നടത്തും. ശ്യാമയാ പറയുന്നേ. ശ്യാമേ, അതെങ്ങനെയാ? ഐശ്വര്യടുത്തി മുമ്പ് ഇവിടെ കാണിച്ചു കൂട്ടിയ ഓരോ ക്രൂരതയ്ക്കും വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഇല്ല. തെളിവില്ലാത്ത ഒരു കാര്യവും കോടതി അംഗീകരിക്കൂല്ല. ഇനി അത് പറ്റില്ല. ഐശ്വര്യടുത്തി ഇനി ഇവിടെ ആർക്കെതിരെ ചെറുവിരൽ അണിക്കാലും അതപ്പം നമ്മൾ അറിയണം. ഐശ്വര്യടുത്ത് ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തിക്കും അതിന്റെ തെളിവ് നമ്മൾ കണ്ടെത്തണം. അത് ഞാൻ ചെയ്യും. ഐശ്വര്യടുത്തിക്കെതിരെ തെളിവുകൾ ഞാൻ ഉണ്ടാക്കും. അല്ലാതെ ഇനി പറ്റില്ല. മോള് പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവൂട്ടാ, താമസിയാതെ എല്ലാം മനസ്സിലാവും. ഉറപ്പായിട്ടും ഐശ്വര്യത്തിൽ നിന്നും അരുണേട്ടനെ ഈ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. ശ്യാമ പറയുന്ന എന്റെ കണ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ എല്ലാത്തിനും എന്റെ ഒപ്പം ഉണ്ടാവും. തീർച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.